ഹായ് ഓൾ, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഉരുളക്കിഴങ്ങ് വെച്ച് നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരത്തിന്റെ റെസിപ്പിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിലും സ്നാക്സ് ആയിട്ട് കഴിക്കാനാണെന്നുണ്ടെങ്കിലും ഇത് അടിപൊളിയാണ്. ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. തേങ്ങ അരച്ച നല്ല കട്ട ചമ്മന്തിയുടെ കൂടെയോ അല്ലാന്നുണ്ടെങ്കിൽ മുളക് ചമ്മന്തിയുടെ കൂടെയോ ടൊമാറ്റോ സോസിന്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എത്ര കഴിച്ചാലും കൊതി തീരില്ല, അതുപോലൊരു പലഹാരമാണ്. അപ്പൊ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് ഞാനിവിടെ 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്ത് കുക്കറിലിട്ട് വേവിച്ചെടുത്തതിന് ശേഷം അതിന്റെ തൊലിയൊക്കെ കളഞ്ഞിട്ടാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഞാൻ എടുത്തിട്ടുള്ള ഈ ഒരു കണക്കനുസരിച്ചാണ് പലഹാരം തയ്യാറാക്കുന്നതെങ്കിൽ ഈ ഒരു വലിയ ഉരുളക്കിഴങ്ങായതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം എടുത്തിട്ടുള്ളത്. മീഡിയം സൈസിലുള്ളതാണെങ്കിൽ ഒരു 3 എണ്ണം എടുക്കാം. നല്ല ചെറുതാണെന്നുണ്ടെങ്കിൽ 4 എണ്ണമൊക്കെ എടുക്കാം. ഇപ്പോൾ ഇത് മുഴുവനായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇത് മുഴുവനായിട്ടും ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് നല്ലപോലെ അരച്ചെടുക്കണം. അരച്ചെടുക്കാൻ ആവശ്യത്തിനുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് അരച്ചുകൊണ്ടിരിക്കുമ്പോൾ അരയാൻ പറ്റാത്തൊരവസ്ഥ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഈ ഒരു കപ്പിന് തന്നെ 1/4 കപ്പ് അളവിൽ കൂടി വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇപ്പം ഞാൻ ഈ ഒരു കിഴങ്ങ് അരച്ചെടുത്തതിന്റെ കറക്റ്റ് പരുവം കാണിച്ചു തരാം. ദാ ഇതുപോലെ ഇരിക്കും. ഇനി ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കരുത്. 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. വറുത്ത റവയാണ് ഇട്ട് കൊടുക്കേണ്ടത്. 250 ml കപ്പിന്റെ അളവിൽ 1/4 കപ്പ് അളവിലാണ് ഞാൻ ഇതിലേക്ക് റവ ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൈ വെച്ചിട്ട് മിക്സ് ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഈ ഒരു സ്പാച്ച് ഉപയോഗിച്ച് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. റവ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് നമുക്ക് വറുത്ത അരിപ്പൊടി ഇട്ട് കൊടുക്കണം. രണ്ടും കൂടെ ഒന്നിച്ചിട്ട് കൊടുത്ത് മിക്സ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് കട്ടയായിട്ട് പോവും. കറക്റ്റ് പരുവത്തിന് മിക്സ് ചെയ്ത് കിട്ടത്തില്ല. അതുകൊണ്ട് ഇതുപോലെ ഓരോന്നും ഘട്ടമായിട്ട് വേണം ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് നിറയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതും കൂടെ ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇതൊരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി തയ്യാറാക്കി എടുക്കുന്നതുകൊണ്ട് ഇതിലേക്ക് മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി അങ്ങനെ തയ്യാറാക്കി എടുക്കണം നിർബന്ധമുള്ളവർക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാനാണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കുറച്ച് മസാലപ്പൊടികളൊക്കെ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെതായ ആ ഒരു ടേസ്റ്റിലൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. ഞാനിവിടെ അരിപ്പൊടിയും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം ഇതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് കൈയുടെ ഉള്ളം കൈയിൽ ഒന്ന് വെച്ച് കൊടുക്കുക. ഞാനിപ്പോൾ ഇതൊരു വടയുടെ ഷേപ്പിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. ഒരു വെറൈറ്റിക്ക് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ഉള്ളം കയ്യിൽ പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പരന്ന ഷേപ്പിൽ തന്നെ പാനിൽ ഇട്ട് കൊടുത്ത് ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഫ്രൈ ചെയ്താണ് എടുക്കുന്നത്. അതിനു വേണ്ടിയാണ് ഈ ഒരു ഷേപ്പിലേക്ക് മാറ്റിയിട്ടുള്ളത്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഈ ഒരു പാൻ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഓയിൽ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം ഒന്ന് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് വേണം ഇതിൽ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. ഇതിന് ഒരുപാട് ഫ്ലെയിം വേണ്ട. ലോ ടു മീഡിയം ഫ്ലെയിമിന്റെ ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഇതുപോലെ സ്പാച്ചിൽ വെച്ച് പരത്തി ഹോൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇങ്ങനെയും ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലൊരു ഷേപ്പിലാക്കിയിട്ട് ഒരു ഹോൾ ഇട്ടിട്ട് അങ്ങനെയും ഇട്ട് കൊടുക്കാം. ഒരെണ്ണം ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മുടെ കൈയൊന്ന് നനച്ചെടുത്തതിന് ശേഷം വേണം ഇതിലേക്ക് വീണ്ടും മാവ് ഇതേപോലെ ആക്കിയെടുക്കാനായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ കയ്യിൽ ഒട്ടിയിട്ട് അത് ഇളകി വരത്തില്ല. അടുത്തത് ഇട്ട് കൊടുക്കുമ്പോഴേക്ക് ആദ്യത്തേത് വെന്തിട്ടുണ്ടാവും ഒരു ഭാഗം. അപ്പോൾ അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ നേരത്ത് പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിരുന്നാൽ എളുപ്പമായിരിക്കും. നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ കൈയൊന്ന് നനച്ചിട്ട് എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഓരോന്നും വേവുന്നതിനനുസരിച്ച് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ആദ്യം ഇട്ട് കൊടുത്തത് 2 സൈഡും വെന്ത് കിട്ടി. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. ഭയങ്കര സിമ്പിളാണ്. കണ്ടില്ലേ, പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടി. ഇതിലാണെങ്കിൽ അധികം എണ്ണ കുടിക്കുന്നതുമില്ല. ഇനി നമുക്ക് ബാക്കിയുള്ളതെല്ലാം തിരിച്ചിട്ട് കൊടുക്കാം. ഇതിന്റെ എല്ലാം ഒരു ഭാഗം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു ഭാഗം കൂടെ 1 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. എന്നിട്ട് ഇതുപോലെ ഓരോന്നായിട്ട് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം.
ഒട്ടും എണ്ണ കുടിക്കാത്ത നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും. ഇതേപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. പുറമേ നല്ല ക്രിസ്പിയും അകം നല്ല സോഫ്റ്റും ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. ഇതിനകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഇതൊന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ മടിക്കുന്ന കുട്ടികൾക്ക് ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കുക. എന്തായാലും അവർക്ക് ഇഷ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.